ഇതാണ് യഥാർത്ഥത്തിലുള്ള ഡയബറ്റിസ് റിവേഴ്സൽ. ഫൈബർ കൂട്ടി ഫാറ്റി ലിവർ കുറയ്ക്കുക. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെ നമ്മൾക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുക. ഇതിനപ്പുറം എന്ത് വേണം? പ്ലീസ് ലിസൺ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം കുറെ ഫൈബറുകളുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഫൈബർ നമ്മൾക്ക് എത്രമാത്രം അത്യാവശ്യമാണെന്ന്. അത് നമ്മളുടെ 4ാമത്തെ മാക്രോ ന്യൂട്രിയൻ്റ് ആണ്. ഇപ്പോൾ ICMR ഒരു പുതിയ പ്ലേറ്റ് പറഞ്ഞതിൽ ഒരുപാട് പയറുവർഗ്ഗങ്ങളും പരിപ്പും നട്ട്സും ഗ്രൗണ്ട് നട്ട്സ് പോലെയുള്ള നട്ട്സും ഒക്കെ ഉപയോഗിക്കണമെന്ന് പറയുന്നുണ്ട്. പ്രോട്ടീൻ, നമ്മളെ രാജ്യം പ്രോട്ടീൻ ഡെഫിഷ്യൻറ്റും അതിൻ്റെ കൂടെ ഫൈബർ ഡെഫിഷ്യൻറ്റുമാണ്. ഫൈബർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ വാഴനാരൊന്നുമല്ല. സോളബിൾ ഫൈബർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഈ സാധനങ്ങളിലാണ് കൂടുതലായിട്ടുള്ളത്. 1 കപ്പ് പയർ, 1 കപ്പ് പരിപ്പൊക്കെയാണ് കഴിക്കാൻ പറയുന്നത്. അത് നമ്മൾക്ക് അത്ര എളുപ്പമല്ല. കാരണം ഈ പയറും പരിപ്പും എല്ലാം കാർബോഹൈഡ്രേറ്റും കൊണ്ട് നമുക്ക് ഗ്യാസ് ഉണ്ടാക്കുന്നതിൽ കുറച്ച് മുമ്പിലുള്ള സാധനങ്ങളുമാണ്. അത് നമ്മൾ എത്രയൊക്കെ മോഡിഫൈ ചെയ്ത് വെള്ളത്തിൽ കുതിർത്തോ മുളപ്പിച്ചോ ഒക്കെ ഉപയോഗിച്ചാലും ഒരളവിൽ കൂടുതൽ അത് കഴിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. തൽക്കാലം നമ്മൾക്ക് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞതും നാരുകൾ ഉള്ളതുമായിട്ടുള്ള അഡീഷനായിട്ടുള്ള ഫൈബറാണ് ഞാനിപ്പം ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഫൈബർ ഞാൻ നവംബർ 12 തൊട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഉപയോഗിച്ചത് കൊണ്ട് എനിക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ എൻ്റെ വിസറൽ ഫാറ്റ് 136.65 ഗ്രാംസ് പെർ സെന്റിമീറ്റർ എന്നോ അങ്ങനെ എന്തോ ഒരളവാണ്. അത് 136ൽ നിന്ന് 136.65 130.63 ആയിട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ ഇത് കുറയുന്നതോടെ നമ്മുടെ ഡയബറ്റീസ് റിവേഴ്സ്ഡ് ആകും. കുറേശ്ശെ പുറകോട്ട് പോകുന്നു. ഇപ്പം എൻ്റെ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് 180, 185 145, 150 താഴെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും ആഴ്ചകൾ കൊണ്ട് 2-3 ആഴ്ചയോളം. പിന്നെ എനിക്ക് വന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുമ്പോൾ പണ്ട് സ്പൈക്ക് ചെയ്തിരുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പോഴും സ്പൈക്ക് ചെയ്യുമെങ്കിലും പണ്ട് ഇങ്ങനെ കയറിയത് ഇപ്പോൾ ഇങ്ങനെ കയറും. എന്തായാലും കയറും, പക്ഷെ പഴയത്രയും കൂടുന്നില്ല. അപ്പൊ നമ്മളിപ്പോ ഡയബറ്റിസ് റിവേഴ്സൽ എയിം ചെയ്ത് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഫൈബർ നമ്മളുടെ ഭക്ഷണത്തിൽ കൂട്ടണം. രണ്ടാമതായിട്ട് കഴിയുന്നതും ഷുഗർ സ്പൈക്ക് ചെയ്യുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കണം ഈ പീരിയഡിൽ. എന്താണെന്ന് പറഞ്ഞാൽ ഷുഗർ സ്പൈക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ കൂടും. ഇൻസുലിൻ ഇസ് എ സ്റ്റോറേജ് ഹോർമോൺ. അതുകൊണ്ട് ഇൻസുലിൻ കൂടുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഫാറ്റ് സ്റ്റോർ ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഫൈബർ കൂട്ടണം, കഴിയുന്നത് സ്പൈക്ക് ചെയ്യുന്ന ഭക്ഷണങ്ങൾ മിനിമം ആയിട്ട് കഴിക്കണം. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഫൈബേഴ്സിൽ ഒന്നാമൻ എന്തായാലും ജാക്ക് ഫ്രൂട്ട് 365 ആണ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് ഈസ് ഓഫ് യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് ഭക്ഷണത്തിലും അത് എങ്ങനെയെങ്കിലും ഇൻകോർപ്പറേറ്റ് ചെയ്യാം. രണ്ടാമത് ഇക്കോണമി. ഇത് 20 രൂപ ഒരു ദിവസം ഉണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഇവർ പറയുന്ന ഡോസ് നമുക്ക് കഴിക്കാം. 3 ടേബിൾ സ്പൂൺ മിക്കവാറും ഞാൻ ഉപയോഗിക്കാറില്ല. കാരണം എൻ്റെ ലഞ്ചിലൊക്കെ ഒരുപാട് സോളബിൾ ഫൈബർ ഉണ്ട്. പിന്നെ മൂന്നാമത് ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് വളരെയധികം ഗ്യാസ് ഉണ്ടാക്കുന്ന ഒരു ഫൈബർ അല്ല. നാലാമത് ഇത് ഗട്ട് ബാക്ടീരിയ മീഡിയമായിട്ട് ഫെർമെൻറ്റ് ചെയ്യുകയും നമ്മുടെ ഗട്ട് ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫൈബറാണ് ഇതിനകത്ത് ഉള്ളത്. പെക്റ്റിൻ എന്ന് പറയുന്നതും റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ചും ഇതിനകത്തുണ്ട്. അത് കാരണം ഈ ഫൈബറാണ് എൻ്റെ നമ്പർ 1 ചോയ്സ്. ഇത് എങ്ങനെയൊക്കെ ഞാൻ ഉപയോഗിക്കും എന്നുള്ളത് അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ നീളം കൂടിപ്പോവും. രണ്ടാമത് ഈസ് ഓഫ് യൂസ് ഉള്ള ഫൈബറാണ് നമ്മൾ പറയുന്ന ഇസബ്ഗോൾ, സീലിയം ഹസ്ക് പൗൾ. ഇതിനകത്ത് സോളബിൾ ഫൈബർ ഒക്കെ ഉണ്ടെങ്കിലും ഇത് ഡയറക്റ്റ്ലി ഗട്ട് ബാക്ടീരിയയ്ക്ക് അത്രയും ബെനിഫിറ്റ് ഉണ്ടാക്കുന്നില്ല. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പലരും അവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉള്ളപ്പോൾ അവർക്ക് ഈസ് ഓഫ് ബബിൾ മൂവ്മെന്റ്സിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. ഷുഗർ കുറയ്ക്കും. നമ്മൾ ഭക്ഷണത്തിന് മുമ്പായിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മുമ്പ് വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ, ഇവർ പറയുന്നത് പോലെ ചെയ്യണം, കുടിച്ചാൽ ഷുഗർ കുറഞ്ഞിരിക്കും. അതൊക്കെ അത് ചെയ്യും. അതിൻ്റെ കൂടെ ഫൈബറിൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്, പക്ഷെ ജാക്ക് ഫ്രൂട്ടിൻ്റെ അത്രയില്ല. മൂന്നാമത്തെ ഞാൻ ഉപയോഗിക്കുന്ന ഫൈബറാണ് ഫെനുഫ്ലേക്സ്. ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഫെനുഗ്രീക്ക് എന്ന് പറയുന്ന ഉലുവായിനെ ഡീഫാറ്റ് ചെയ്ത് ഒരു അവല് പോലെ ആക്കിയതാണ്. അതിൻ്റെ മണം കുറവാണ്, ഫാറ്റില്ല.
അത് കാരണം അത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ഉലുവ കൂടുതൽ കഴിച്ചാൽ ഉലുവയുടെ മണം നമ്മുടെ വിയർപ്പിൽ വരും, അത് കുറഞ്ഞിരിക്കും. പിന്നെ ഉലുവയ്ക്ക് വേറെ പല അതിനകത്തെ ഫൈബർ മാത്രമല്ല, ഉലുവയ്ക്കകത്തുള്ള ചില കോമ്പൗണ്ട്സും നമുക്ക് ഷുഗർ കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ ആ രീതിയിൽ ഉലുവ അഡ്വാൻറ്റേജസ് ആണ്. പക്ഷേ ഗ്യാസ് ഉണ്ടാക്കുന്നത് കൂടും. നാലാമത് ഞാൻ ഉപയോഗിക്കാൻ വാങ്ങിച്ച ഫൈബർ ഒരു വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള വെളുത്ത പൗഡറാണ്. ഈ പൗഡറിന്റെ പേരാണ് ഇനുലിൻ. ഇത് നമ്മളുടെ പ്രോബയോട്ടിക് ഗുളികയ്ക്കകത്തൊക്കെ FOS ആഡഡ് പ്രീബയോട്ടിക്സ് എന്ന് പറയുന്നത് ഈ ഇനുലിനാണ്. അതൊരു നുള്ളാണ് ആഡ് ചെയ്യുന്നത്. നമ്മളിത് 1 ടീസ്പൂണൊക്കെ കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഗ്യാസ് ഉണ്ടാകും. കാരണം അത് ഈസിലി ഫെർമെൻറ്റബിൾ ആണ്. നമ്മുടെ വയറിനെത്തുമ്പോഴത്തേക്കും ഗ്യാസൊക്കെ ഫോം ചെയ്യും, നമുക്ക് പ്രയാസം ഉണ്ടാകും. ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഒരു ദിവസം കഴിച്ച് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് 1/2 ടീസ്പൂണാക്കി പിന്നെ 1 ടീസ്പൂണാക്കി ഒക്കെ പതുക്കെ ഗ്രാജുവലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഇനുലിൻ്റെ ആവശ്യമേ നമുക്ക് വരുന്നില്ല. നമുക്കിവിടെ ഈസി ആയിട്ട് ജാക്ക് ഫ്രൂട്ട് 365 കിട്ടും. പിന്നെ ഉള്ള ഞാൻ ഉപയോഗിച്ച ഒരു ഫൈബറാണ് ഇത്. റിസോഴ്സ് ഫൈബർ ചോയ്സ് എന്ന് പറയുന്ന നെസ്ലയുടെ പ്രോഡക്റ്റ് ആണ്. അത് ഇൻഡിവിജ്വലി പാക്ഡ് ആയിട്ടുള്ളതാണ് വരുന്നത്. ഒരു പാക്കറ്റ് 6 ഗ്രാം ഓഫ് ഒരു ഫൈബറാണ്. ആ ഫൈബറിന്റെ പേരാണ് PHGG, പാർഷ്യലി ഹൈഡ്രോളൈസ്ഡ് ഗുവാർ. ഈ ഗുവാർ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. ക്ലസ്റ്റർ ബീൻ എന്ന് പറയുന്ന ഇങ്ങനെ നിൽക്കുന്ന ഒരു പയറുണ്ടല്ലോ, അമരപ്പയർ എന്നൊക്കെ പറയും. സാമ്പാറിലെ പരിപ്പില് പിന്നെ ചില കറികളിലൊക്കെ നമ്മളിടും, തോരനും വെക്കാം. ആ പയറിന്റെ ഗമ്മിനെ ഹൈഡ്രോളൈസ് ചെയ്തതാണിത്. ആ പയർ നമുക്ക് വളരെയധികം ഗ്യാസ് ഉണ്ടാക്കും അല്ലാതെ കഴിച്ചാൽ. അത് ടോളറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോസസ്സിങ് ചെയ്തിട്ടുള്ളതാണ് ഈ പാർഷ്യലി ഹൈഡ്രോളൈസ് ഗുവാർ. ഇത് നമുക്ക് ട്രൂലോ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ പാക്ക് അല്ലാതെ കിട്ടും. അതിലൊരു സ്കൂപ്പ് ഉണ്ട്. ഇതിന്റെ ഒരു പാക്കറ്റ് ഒരു നേരം, അതിന്റെ ഒരു സ്കൂപ്പ് ഒരു നേരം. അത് മറ്റേ ട്രൂലോയിൽ അവര് ഡയബറ്റീസ് കുറയ്ക്കാൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് അവര് ബവൽ മൂവ്മെന്റ്സിനാണെന്ന് പറയുന്നു. പക്ഷെ രണ്ടും ഒരേ സാധനമാണ്. അതെല്ലാം എല്ലാ ഫൈബറും നമുക്ക് ഡയബറ്റീസിന് നല്ലത് തന്നെയാണ്. അപ്പോൾ ഈ ട്രൂലോ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു സ്കൂപ്പ് ഉപയോഗിച്ചാൽ ഗ്യാസ് വരും. പക്ഷെ ഇത് ഒരു പാക്കറ്റ് ഉപയോഗിച്ചാൽ ഗ്യാസ് വരത്തില്ല. റിസോഴ്സ് ഫൈബർ ചോയ്സ്. അപ്പൊ ഇത്രയും ഫൈബറുകളാണ് എനിക്ക് ഓർമ്മയിൽ വരുന്നത്, ഞാൻ ഉപയോഗിച്ച് നോക്കിയത്. അപ്പൊ എന്നും എല്ലാത്തിലും ഉപയോഗിക്കാവുന്ന സാധനം ജാക്ക് ഫ്രൂട്ട് 365 ആണ്. ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ ദോശ, ഇഡ്ഡലി എല്ലാം മാവിനകത്തും ഇത് നമുക്ക് വേണ്ടുന്ന അളവിൽ ആഡ് ചെയ്യും. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ മാവ് വളരെ കട്ടിയാവുന്നതുകൊണ്ട് നമ്മളുടെ ദോശമാവ് കുറച്ച് ഈ മാവിട്ട് വെള്ളം കൂട്ടി നമുക്ക് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര വിസ്കസ് ആവും. ഞാൻ 1 ടേബിൾ സ്പൂൺ ഞങ്ങളുടെ 2 പേരുടെയും കൂടെ ദോശയ്ക്കകത്ത് ഒരു തവി മാവിൽ 1 ടേബിൾ സ്പൂൺ ജാക്ക് ഫ്രൂട്ട് 365 ഇട്ട് വെള്ളം ഒഴിച്ച് 2 തവി മാവാക്കി 2 ദോശ ഉണ്ടാക്കിയാണ് രാവിലെ കഴിക്കുന്നത്. ഇന്നൊക്കെ. അപ്പോൾ ഞാൻ 1/2 ടേബിൾ സ്പൂണേ രാവിലെ കഴിച്ചോളൂ. അപ്പോൾ അങ്ങനെ കഴിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ എനിക്ക് വേണം തോന്നിയില്ല. അതിൽ കൂടുതലാകുമ്പോഴത്തേക്കും ദോശയുടെ രുചിയൊക്കെ മാറും. ഇത് നമ്മൾ 4 ദോശയൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ നമുക്ക് ഈ 4 ദോശയ്ക്കകത്ത് മിക്സ് ചെയ്യാം. 4 3. ഞാൻ ഒരു ദോശ, എൻ്റെ ഭർത്താവ് ഒരു ദോശ. പക്ഷേ ഈ ഒരു ദോശ നല്ല വലിയ വട്ടത്തിലുള്ള ദോശയാണ്. ഇത് ആഡ് ചെയ്യുമ്പോൾ ആ ദോശ നല്ല ഹെവി ദോശയാകും. ഒരു ദോശ നമുക്ക് ഉച്ച വരെ വേറെ വിശപ്പ് വരത്തില്ല. അതിൻ്റെ കൂടെ ഒരു മുട്ട, നിശ്ചയമായിട്ടും പ്രോട്ടീൻ അതിൻ്റെ കൂടെ തന്നെ കഴിക്കണമെങ്കിലൊക്കെ ഇത് ബാലൻസ് ചെയ്ത് വരികയുള്ളൂ. ഫാറ്റ് മുട്ടയുന്നുണ്ട്, ദോശ ചുടുമ്പോഴുള്ള ഫാറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ജാക്ക് ഫ്രൂട്ട് 365 റെഗുലറായിട്ട് യൂസ് ചെയ്യും. പിന്നെ എനിക്ക് പെട്ടെന്ന് ഇതുപോലെ മാവ് കലക്കാൻ വയ്യാത്തപ്പോൾ ഞാൻ ഈ റിസോഴ്സ് ഫൈബർ ചോയ്സ് ഉപയോഗിക്കും. ട്രൂലോ ഞാൻ 1 പ്രാവശ്യം ഉപയോഗിച്ചുള്ളൂ. 1 സ്കൂപ്പ് ഉപയോഗിക്കും. അതിനെ 1/2 സ്കൂപ്പാക്കി നോക്കാം. ചിലപ്പോഴൊക്കെ ഞാൻ ഇസബ്ഗോൾ കലക്കി കുടിക്കാറുണ്ട്. ഇസബ്ഗോൾ വളരെ കെയർഫുൾ ആയിട്ടാണ് ചെയ്യേണ്ടത്. അത് പറഞ്ഞിരിക്കുന്ന അതേപോലെ തന്നെ ചെയ്തില്ലെങ്കിൽ അത് നമ്മൾക്ക് അകത്ത് നിന്ന് കട്ടിയായിട്ട് നമുക്ക് ഡിസ്കംഫർട്ടൊക്കെ ഉണ്ടാകും. ഇനുലിൻ ഞാൻ ഉപയോഗിക്കാറേ ഇല്ല. ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഫെനുഗ്രീക് ഫ്ലേക്സ് അതിൻ്റെ പുറത്ത് ഇടും. ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് എന്ത് പറ്റിയില്ല. കഴിഞ്ഞ നവംബർ 12 തൊട്ട് ഒരു 3 ദിവസം മുമ്പ്, ഞാനൊരു 5 ദിവസം മുമ്പാണ് പിന്നെ മെഷർ ചെയ്തത്. അത്രയും ഒരു 2-3 ആഴ്ച ഇത് ഉപയോഗിച്ച ശേഷം എനിക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ വെയിറ്റിൽ വലിയ ഡിഫറൻസ് വന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഒരു അറ്റ് ഹോം മെഷർമെന്റ് ഓഫ് വിസറൽ ഫാറ്റ്, അത് ഞാൻ ചെയ്തിരുന്നല്ലോ. അത് ചെയ്തപ്പോൾ എൻ്റെ വിസറൽ ഫാറ്റ് 136.65 grams per centimeter അങ്ങനെ എങ്ങാണ്ടാണ് കിട്ടിയത്. അത് 130-ൽ താന്നാൽ വലിയ കുഴപ്പമില്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ എൻ്റെ 3 ആഴ്ച ഫൈബർ യൂസ് ചെയ്ത് 130.63 വരെ എത്തി. അതായത് 6.02 grams per centimeter എൻ്റെ വിസറൽ ഫാറ്റ് കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ വേസ്റ്റ് സർക്കംഫറൻസും കുറഞ്ഞു. ഞാൻ പഴയത് എഴുതി വെച്ചിട്ടില്ല, പക്ഷേ അത് 82.8
82 സെൻറ്റിമീറ്റേഴ്സ് ആയിട്ട് കുറഞ്ഞു. പിന്നെ വെയിറ്റ് 51.3, അന്നും 51 സംതിങ് ആയിരുന്നു. ഇത് ഞാൻ ആദ്യത്തേത് എഴുതി വെച്ചിട്ടില്ല എടുത്തത് ഈ 136 നോട്ട് ചെയ്തിരുന്നു, BMI നോട്ട് ചെയ്തിരുന്നു. അത് രണ്ടും കുറഞ്ഞിട്ടുള്ളത് എനിക്ക് കറക്റ്റായിട്ട് ഫിഗർ വെച്ച് പറയാൻ പറ്റും. 136 0.65 130.63. അതാണല്ലോ വിസറൽ ഫാറ്റ് ആണല്ലോ ഇതിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളത്. ഞാൻ വായിച്ച റിസർച്ച് പറയുന്നത് വിസറൽ ഫാറ്റ് കുറയുന്തോറും ഡയബറ്റിസ് റിവേഴ്സ്ഡ് ആകുന്നു. 130 കുറഞ്ഞാൽ ആ സ്കെയിലിൽ ഞാൻ പറഞ്ഞ ആ ലിങ്ക് എല്ലാം ഞാൻ താഴെ തരാം. ആ സ്കെയിലിൽ പറയുന്നത് 130 താഴ്ന്നാൽ പിന്നെ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ 100 വരെ കൊണ്ടുവരണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത് 3 ആഴ്ച കൊണ്ട് ഇനിയും ഫാസ്റ്ററായിട്ട് കുറയും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ എനിക്കൊരു ഉന്മേഷമുണ്ട് ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ നിർത്താതെ പറഞ്ഞാലേ വീഡിയോ നീണ്ടു പോകും. അപ്പോൾ എൻ്റെ ഡയബറ്റിസ് റിവേഴ്സൽ ജേണിയിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള മെഷർ ഇത് തന്നെയാണ്, ഈ വിസറൽ ഫാറ്റ് കുറയ്ക്കുന്നത്. ഞാൻ കഴിക്കുന്ന അതേ ഭക്ഷണം ഫൈബർ ആഡ് ചെയ്ത് കഴിക്കുക, ഹൈ സ്പൈക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കുറച്ച് കഴിക്കുക. നമ്മളെല്ലാം ഡിനൈ ചെയ്താൽ നമുക്കൊരു ഡിപ്രഷനൊക്കെ വരും, എല്ലാം ഡിനയലാണല്ലോ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ഉണ്ട്. അതുകൂടെ പറഞ്ഞാൽ ഈ വീഡിയോ ലോങ് ആയി പോകുമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ നിങ്ങൾ എൻ്റെ വരെ കേൾക്കണം കേട്ടോ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ്. എനിക്ക് ഫാസ്റ്റിക് ഷുഗർ ഞാൻ കിടക്കാൻ പോകുമ്പോൾ 180 ആണെങ്കിൽ എണീക്കുമ്പോഴും പലപ്പോഴും 180 185 ഒക്കെ ആയിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ ലിവർ ഫാറ്റ് ഉള്ളത് കൊണ്ടും ലിവർ ശരിയായിട്ട് ഇൻസുലിനോട് റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ട്, എൻ്റെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ഇച്ചിരി ഹൈ ആണ്, അപ്പോൾ ഇൻസുലിനോട് റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ടും പിന്നെ എൻ്റെ ഈ ഉണർന്ന് കഴിയുമ്പോൾ കോർട്ടിസോൾ റൈസ് ചെയ്യുന്നത് കൊണ്ടും ആണ്. അപ്പോൾ ഈ കോർട്ടിസോൾ റൈസ് ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എണീറ്റ് നമുക്ക് ജോലികളൊക്കെ ചെയ്യാനുണ്ട്, അതുകൊണ്ട് നമ്മൾക്ക് നാച്ചുറലായിട്ട് ബോഡി ഇച്ചിരി റൈസ് ചെയ്യും. പിന്നെ ഞാൻ ഉണരുമ്പോൾ തൊട്ട് വറി ചെയ്യാൻ തുടങ്ങും. വറി എന്ന് ഞാൻ അതിനെ കൗണ്ട് ചെയ്യത്തില്ല. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്, ഇന്ന് ലഞ്ച് എന്താണ്, ഇന്ന് ഡിന്നർ എന്താണ്, ഈ സാധനങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ടോ, ഇതിന് കറിയുണ്ടോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങും. എണീക്കുമ്പോൾ തുടങ്ങുന്ന, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തുണി നനയ്ക്കാനുണ്ട്, അല്ല എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരും എൻ്റെ ഭർത്താവ് എല്ലാ കാര്യത്തിലും, പക്ഷേ സാലഡിനുള്ള വെജിറ്റബിൾ ഇല്ല, ഇതെല്ലാം കണ്ണ് തുറക്കുമ്പോൾ തന്നെ തുടങ്ങും. അപ്പോൾ നാച്ചുറലായിട്ട് ഞാൻ എണീറ്റ് ചെക്ക് ചെയ്യുമ്പോഴേക്ക് ഷുഗർ കൂടിയിരിക്കും. ഇപ്പോൾ ഞാൻ വേറെ ഒരു കാര്യവും കൂടെ ഞാൻ ചെയ്യാറുണ്ട്. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഉടനെ ഹാബിൾഡ് എന്ന് പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ 3 things ഇൻ യുവർ ലൈഫ് അത് ഓർക്കും. അപ്പോഴത്തേക്കും എൻ്റെ മനസ്സിച്ചിരി പോസിറ്റീവ് ആകും. എനിക്കുള്ള അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ അറിയിക്കാൻ വയ്യാത്ത അനുഗ്രഹങ്ങളാണ്. പിന്നെ രണ്ടാമത് ഞാൻ ചെയ്യുന്നത് ആൻഡ്രൂ വെയിലിൻ്റെ 4-7-8 ബ്രെത്ത്, അതിൻ്റെ വീഡിയോ, ആൻഡ്രൂ വെയിലിൻ്റെ വീഡിയോയുടെ ലിങ്ക് തന്നെ ഞാൻ താഴെ കൊടുക്കാം. അതിൻ്റെ കൗണ്ടറിൻ്റെ ലിങ്ക്, കൗണ്ട് ചെയ്ത് ബ്രീത്ത് ചെയ്യാനുള്ള ലിങ്കും താഴെ കൊടുക്കാം. ഇത് ഞാൻ കൗണ്ടൊന്നും ഇപ്പോൾ എനിക്ക് ചെയ്യേണ്ട, ഞാൻ ഇൻഹെയിൽ ഫോർ 4 counts, അങ്ങനെ ഇൻഹെയിൽ ചെയ്യും, ഹോൾഡ് ഫോർ 7 counts, എക്സ്ഹെയിൽ ത്രൂ ദ മൗത്ത് ഫോർ 8 counts. ഇത് ഞാനൊരു 4-5 പ്രാവശ്യം, ഒരു 6 പ്രാവശ്യം വരെ ചെയ്യും. അപ്പോഴേക്കും ഞാൻ വളരെ കാമാവും. അത് കഴിഞ്ഞ് എണീറ്റ് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് മുഖമൊക്കെ കഴുകി പല്ല് തേച്ചിട്ട് ഷുഗർ നോക്കുമ്പോൾ 140-145 ആണ്. അത് വിസറൽ ഫാറ്റ് മാത്രമാണോ, കോർട്ടിസോളിൻ്റെ കൺട്രോളാണോ, ഇതെല്ലാം ആവശ്യമുള്ളതാണ്. നമ്മളിങ്ങനെ കോർട്ടിസോൾ കൂടുന്ന നമുക്ക് നല്ലതല്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്താണ് ഞാനിപ്പോൾ എൻ്റെ ഡയബറ്റിസ് റിവേഴ്സൽ ചെയ്യുന്നത്. അത് സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു. ഞാൻ വേറെ ഒരു കാര്യവും ചെയ്യുന്നില്ല, ഒരു മരുന്നും കഴിക്കുന്നില്ല. അപ്പോൾ നിങ്ങളും ഇത് കേൾക്കുക, വേണമെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് കൺസൾട്ട് ചെയ്ത് പരീക്ഷിക്കുക. ഇതിൽ ചീപ്പായിട്ട് ഈസിലി ആക്സസിബിൾ ആയിട്ട് ഉള്ളത് ജാക്ക് ഫ്രൂട്ട് 365 ആണ്. അത് നമുക്ക് ആമസോണിലാണ് കിട്ടുന്നത്. ആമസോണിൽ വാങ്ങിച്ച് ഈ സ്പൂൺ വെച്ച് ആദ്യം 1 ടീസ്പൂൺ വെച്ച് തുടങ്ങണം. നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ വരെ ഒരു നേരം നമുക്ക് ഉപയോഗിക്കാം. അതിൽ കൂടുതൽ ഉപയോഗിക്കരുത്. കറക്റ്റായിട്ടുള്ള മെഷറിംഗ് സ്പൂൺ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ചില ടേബിൾ സ്പൂണൊക്കെ വളരെ വലുതാണ്. അപ്പോൾ നിങ്ങൾ ഇത് അവസാനം വരെ കണ്ടു എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പോകുന്നു. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ ഓരോ ഡിഷുമായിട്ട് വരാം.